അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സദഖല്ലാഹുൽ അദീം. ആദരണീയരായ ഏറെ പ്രേം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ ഇവിടെ ഇരിക്കുന്ന നേരമത്രയും നമുക്ക് ഇരുലോകത്തും പ്രയോജനകരമാം വിധം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാകട്ടെ. സുപ്രധാനമായ ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏതൊരു വിഷയവും പോലെ ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകും, അറിയാത്തവരുണ്ടാകും, കുറച്ചറിയുന്നവരുണ്ടാകും, നന്നായി അറിയുന്നവരുണ്ടാകും. ഇതുപോലുള്ളൊരു ക്ലാസ്സിൽ സ്വാഭാവികമാണ്. എല്ലാവരും ഒരേ വിധാനത്തിൽ ഉള്ളവരായിരിക്കുകയില്ല. ഈ ക്ലാസ് എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളവും എത്രത്തോളമാണ് മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയുള്ളത് എന്ന ധാരണ ഇല്ലതാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ ആ അറിവ് പുതുക്കലായിട്ട് മനസ്സിലാക്കുക. അറിയാത്തതാണ് പറയുന്നതെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള മുതിർന്നവരുടെ ചെറുപ്പകാലത്തും ധാരാളമായി മദ്രസകളിൽ പഠിച്ചിട്ടാണോ അല്ലേ എന്ന് നിശ്ചയമല്ല, നാട്ടിലുള്ള പൊതുവിൽ മുസ്ലിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: ഇസ്ലാം കാര്യം അഞ്ചാണ്, പിന്നെന്താ? അപ്പോൾ എല്ലാവർക്കും അറിയാതെ അങ്ങനെയാണ്. പറഞ്ഞോളൂ, മൈക്ക് ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊക്കെ പറയാം. ഇസ്ലാം കാര്യം അഞ്ചാണ്, ഈമാൻ കാര്യം ആറാണ്, അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ എന്താ? നരകം. അവരുടെ ഒന്നും പറയണ്ടേ, നമ്മളുടെ ഒന്നും പറയണ്ടേ. അവരുടെ ഒന്നും പറയില്ല, ഒരു സൗകര്യം നമ്മൾ ഒഴിവായി കിട്ടുമല്ലോ അല്ലേ. നമുക്കെപ്പോഴും അവരായിട്ട് പറയലാണ് ഒരു സുഖം. നമ്മളിങ്ങനെ മെല്ലെ ഒരു സൈഡിലേക്ക് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്തായാലും അവരുടെ വീടാണെന്ന് പറഞ്ഞാലും നമ്മളുടെ വീടാണെന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥാക്കുന്നത് ഈമാൻ ഇസ്ലാം അറിയാത്തവരുടെ വീടാണ് എന്നാണ് അല്ലേ. ഇസ്ലാം കാര്യം അഞ്ചാണ്, നിങ്ങൾ പാടണം. ഈമാൻ കാര്യം ആറാണ്, അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഇതിൻ്റെ രേഖ എവിടെയാണ്, ആരെഴുതിയതാണ് ഈ പാട്ട് എന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിൻ്റെ ഏതു ഭാഗത്ത് പോയിട്ട് ഈ വരി പാടി തുടങ്ങിയാലും അത് സദസ്സ് മുഴുമിപ്പിക്കാറുണ്ട്. കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല, മലയാളികളുള്ള എവിടെ പോയി പാടിയാലും ഈ പാട്ടിൻ്റെ അവസാന വരി എന്ത് ചെയ്യും? ആളുകൾ മുഴുമിപ്പിക്കും. പിന്നെ അതിങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്.
അല്ലേ? അതിലിങ്ങനെ പിന്നെ എന്താണ് കലിമ ഷഹാദത്തിനെ കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മളെ വിഷയം അത്രത്തോളം മുന്നോട്ട് പോകേണ്ടതില്ല, നമുക്കിത് തന്നെ മതി. എന്ന് പറഞ്ഞാൽ നരകം ഒരു കൂട്ടരുടെ വീടായി മാറുക എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവപ്പെട്ടൊരു കാര്യമാണല്ലോ. അതിനെ അങ്ങനെ നമുക്ക് അവഗണിച്ച് തള്ളാൻ കഴിയില്ല. അതെന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയില്ല. കാരണം ഒരു ഐച്ഛികമായ ഒരു കാര്യമായിരുന്നെങ്കിൽ, ചെയ്താൽ പുണ്യമുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമായ കാര്യങ്ങൾക്കാണ് ഐച്ഛിക കാര്യങ്ങളെന്ന് നമ്മൾ പറയാം. ചിലപ്പോൾ നമ്മളതിനെ സുന്നത്ത് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ സുന്നത്തായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ചെരുപ്പ് ധരിക്കുമ്പോൾ അല്ലേ, വലത് കാലുകൊണ്ട് ആദ്യം, അതേപോലെ അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്. അതൊക്കെ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഒഴിവാക്കി കളയേണ്ട കാര്യങ്ങളൊന്നുമല്ല. സുന്നത്താണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരാൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നരകം അവരുടെ വീടായി മാറുക എന്നതാണ്. എന്ന് വന്നാൽ അത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ആളുകളോടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഈമാനും ഇസ്ലാമും, ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും അറിയുക എന്നത് നിർബന്ധമാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ ആൻസർ പറയുന്നതിനനുസരിച്ച് സ്പീഡിൽ പോവുക. അംഗീകരിച്ചോ? യെസ് ഓർ നോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈമാനും ഇസ്ലാം, അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അറിയുന്ന ആളുകളൊന്ന് കൈപൊന്തിക്കുക. ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ ഞാനിങ്ങനെ കൈപൊന്തിക്കുന്ന ആളോട് ഇങ്ങനെ ചോദിക്കുക, അവരിങ്ങനെ എണീറ്റിക്കേണ്ടി വരിക. അങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അതിഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങളും ഉണ്ടാതിരിക്കണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അറിയും എന്നുള്ളവർ കൈപൊന്തിക്കുക. കസേരയ്ക്ക് കൈ ഉണ്ടായത് കൊണ്ട് മുട്ടുകൈ കസേരയുടെ കയ്യിൽ കുത്തിവെക്കുകയാണോ, അതല്ലെങ്കിൽ മുഴുവനായി കൈവെക്കാനുള്ള ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണോ? ഓക്കെ. അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും പ്രശ്നമാണോ? അപ്പോൾ വലത് കൈ പൊക്കാൻ കഴിയാത്തവർ അടുത്ത കൈ പൊക്കിയാലും മതി. ഓക്കെ. ചില ആളുകൾ കൈ പൊക്കിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ ക്ലാസ്സിന് വരുമ്പം തന്നെ തീരുമാനിക്കും, എന്ത് ചോദിച്ചാലും ഞാൻ ഒന്നും മിണ്ടൂല. അങ്ങനെ ഇപ്പം എന്നെ കൊണ്ട് മിണ്ടിച്ചിട്ട് ക്ലാസ് എടുക്കണ്ട പ്ലീസ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങളെല്ലാവരും പ്രതികരിച്ചാൽ എത്രത്തോളം പ്രതികരിക്കുന്നു. പുതിയ ബോധന രീതി അനുസരിച്ച് കാതുകൊണ്ട് കേട്ടാൽ മാത്രം പിന്നെ മനസ്സിലാവൽ കുറച്ചാണെന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ രീതി. ഓക്കെ. ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ വിഷയത്തിൽ കൃത്യമായൊരു ധാരണയുമായിട്ട് നമുക്ക് പോകാൻ കഴിയണം. സാധിക്കൂലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം എന്നാണ് ഏതാണ്ട് ഈ കൈപൊക്കലിലൂടെ മനസ്സിലായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് പേടിക്കാനില്ല. നമുക്ക് സ്വർഗമാണല്ലോ അല്ലേ? നരകമല്ലെങ്കിൽ പിന്നെ സ്വർഗമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗത്തിൽ നല്ല സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കുടുംബങ്ങളെയും അള്ളാഹു നമ്മുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഈമാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? നമ്മൾ പിന്നെ മറന്നുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ട് മറന്നുപോയിട്ടുണ്ടാവും. ഈമാൻ കാര്യങ്ങൾ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം. എല്ലാവരും ഇങ്ങനെ പറഞ്ഞോളൂ കേട്ടോ. ഇനി അഥവാ ഈ എണ്ണം ചിലപ്പോൾ തെറ്റിപ്പോവും. ഒന്നാമത്തെ ഏതായാലും അള്ളാഹു എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് ഏതാണെന്നുള്ളത് ചിലപ്പോൾ ഒരു ശങ്കയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിലും നിങ്ങളെല്ലാവരും പറയുന്ന കൂട്ടത്തിൽ നിങ്ങളും സുബ്ഹാനല്ലാഹ്ന്നോ അൽഹംദുലില്ലാഹ്ന്നോ അള്ളാഹു എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ചുണ്ടനങ്ങുമ്പോൾ അടുത്തുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമായിരിക്കും. എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിചാരം, എനിക്കൊരു സന്തോഷമായിരിക്കും. അവർ മെല്ലെ പറഞ്ഞാൽ മതി, പക്ഷെ ചുണ്ടനക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹുവിലുള്ള വിശ്വാസം. ഓക്കെ. രണ്ടാമത്തതോ? മലക്കുകളിലുള്ള വിശ്വാസം. എന്താണ്? മലക്കുകളിലുള്ള വിശ്വാസം. അപ്പോൾ ആദ്യം പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത് നിങ്ങൾ അത് തന്നെ പറയണം. അപ്പോഴും സുബ്ഹാനല്ലാഹ് പറഞ്ഞു കൊടുക്കരുത്. അപ്പോൾ രണ്ടാമത്തത് മലക്കുകളിലുള്ള വിശ്വാസം. മൂന്നാമത്തതോ? കിതാബുകളിലുള്ള വിശ്വാസം. നാലാമത്തത്
അംബിയാ മുർസലീങ്ങളിൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസം. പിന്നെയോ അഞ്ചാമത്തത് എന്താണ്? അഞ്ചാമത്തത് പരലോകത്തിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ അന്ത്യനാളിലുള്ള വിശ്വാസം, ഖിയാമത്തിലുള്ള വിശ്വാസം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അഞ്ചാമത്തത് എന്താണ്? അന്ത്യനാളിലുള്ള വിശ്വാസം. ആറാമത്തതോ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം, അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ നമ്മളിങ്ങനെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ നടന്നു അയാളത് അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് എന്നിങ്ങനെ കാണിക്കാൻ കഴിയില്ല. അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് പുറമേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്, ഇയാൾ റസൂലിൽ വിശ്വസിക്കുന്നുണ്ട്, മറ്റേ കിതാബിൽ വിശ്വസിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വിശ്വാസം എവിടെയാണ് ഉണ്ടാവുക? വിശ്വാസം ഖൽബിലാണ് ഉണ്ടാവുക. ഈ ഖൽബിനകത്ത് വിശ്വാസമുള്ളവൻ ചില ലക്ഷണങ്ങൾ പുറത്തു കാണിക്കും. അവൻ്റെ മുഴുവൻ അമലുകളിലും പ്രവർത്തനങ്ങളിലും ആ ഒരു ഈമാൻ ഇങ്ങനെ പ്രകടമാവും. ഈമാൻ ഇങ്ങനെ അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുക. അല്ലാണ്ട് ഈമാനായിട്ട് ഇങ്ങനെ കരണ്ടായിട്ടല്ല നമ്മൾ കാണുക. കറണ്ട് ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ലൈറ്റ് കത്തുന്നുണ്ട് എന്നുള്ളത്. ഫാൻ കറങ്ങുന്നു, AC വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, ഇവിടെ കറണ്ട് ഉണ്ട്. അതെങ്ങനെയാണ് പറയുന്നത്? ഈ കറണ്ട് ഉണ്ടായതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. കറണ്ടിനെ കറണ്ടായിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ കറണ്ടിനെ കറണ്ടായിട്ട് തന്നെ കാണണം എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ട് തൊട്ട് നോക്കിയിട്ട് എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കറണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അയാൾക്ക് അതിനൊരു പരിണിതി ഉണ്ടാവും. പക്ഷെ അള്ളാൻ്റെ കാര്യത്തിലും ചിലപ്പോൾ അയാളത് പറഞ്ഞു കളയും. എന്ത്? കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അബദ്ധം എന്താണ്? നമ്മളെ വിഷയം അതല്ല. എന്തായാലും ഈ 6 കാര്യങ്ങളും അതിൻ്റെ അവസാനം നിങ്ങളെല്ലാവരും വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ ഖൽബിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. അത് ഖൽബിലില്ലാതെയും ചിലപ്പോൾ വിശ്വാസികൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ കൃത്രിമമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ നിസ്കാരം ഏറ്റവും നല്ല ഉദാഹരണമാണ്. എല്ലാ നിസ്കാരവും ഖൽബിൽ ഈമാനുള്ളതിൻ്റെ ലക്ഷണമായിക്കൊള്ളുന്നില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കണവർക്കാണ് നാശം എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതെന്താ കാര്യം? അത് ഈമാനുള്ളതിൻ്റെ ലക്ഷണമായിട്ടുള്ള നിസ്കാരത്തിനെ കുറിച്ചല്ല. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വ യംനഊനൽ മാഊൻ. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അശ്രദ്ധമായിട്ടാണ്, ചെറിയ ചെറിയ ഉപകാരങ്ങൾ പോലും തടയുന്നവൻ്റെ സ്വലാത്താണ്. അപ്പോൾ അതെന്താവും? നാശത്തിൻ്റെ സ്വലാത്താണ്. ഫലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ കയറിയിട്ടില്ല എന്നൊരു കൂട്ടരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. നബിയോട് പറയാൻ പറഞ്ഞത്, അവരോട് പറയും നിങ്ങളുടെ ഖൽബിൽ ഈമാൻ കയറിയിട്ടില്ല. അപ്പോൾ ഖൽബിൻ്റെ അകത്താണ് ഈമാൻ കാര്യങ്ങളുടെ സ്ഥാനം. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ അടുത്തതിലേക്ക് കിടക്കുക. ഓക്കെ ആണോ? ഓക്കെ, റെഡി. ഇനി നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഈമാൻ കാര്യം അൽഹംദുലില്ലാ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഈ മനസ്സിലാവുക എന്നുള്ളിടത്തുനിന്ന് അല്പം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 6 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. 6ാമത്തെ കാര്യം മാത്രം പറയാം, വെറുതെ ഒരു സാമ്പിൾ എന്നുള്ളതാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്, അല്ലേ? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. പക്ഷേ നമ്മൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ഈ കോലത്തിലായത് ഓൻ ഒറ്റ ഒരുത്തനെ കൊണ്ടാണ് എൻ്റെ കച്ചവടം പൊളിഞ്ഞത്, എനിക്ക് ആ വണ്ടി കിട്ടാതെ പോയത്, എനിക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നത്, ഓനൊറ്റ ഒരുത്തനെ കൊണ്ടാണ് അങ്ങനെ പറ്റിയത്, എന്നെ ഈ കോലത്തിലാക്കിയത് ഓനാണ്. നെഗറ്റീവായിട്ടും പറയും പോസിറ്റീവായിട്ടും പറയും. കേട്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഞാൻ നരകം അവരുടെ വീടാണെന്ന് പറഞ്ഞൊരു സെൻസിലാണ്. കാരണം കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞാനൊന്നുമല്ല അതിൽ ഒഴിഞ്ഞ് എന്നുള്ള ആൾക്കാണ്. നമ്മളങ്ങനെ പറയുന്നവരല്ല എന്ന ഒരു നല്ല ഊഹത്തിലാണ് ഞാനിത് പറയുന്നത്. നമ്മളങ്ങനെ പറയുന്നവരല്ല, വേറെ ആരോ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൗകര്യമാണല്ലോ എന്നൽക്കാം. യഥാർത്ഥത്തിൽ എന്താണ്
അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. നമ്മൾ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നൊരു ദിക്റാണ്. പടച്ചോനെ, നീ തന്നത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് തരാനും ആരുമില്ല. പക്ഷെ അത് നമ്മൾ നാവുകൊണ്ട് പറയാറുണ്ട്. അതൊരു ഈമാനായിട്ട് കൽബിലുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് നമുക്ക് വല്ല ദുഃഖം ഉണ്ടാവുമോ? കിട്ടാതെ പോയതിനെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാവുമോ? കിട്ടിയില്ല, എന്താ കിട്ടാഞ്ഞത്? എനിക്ക് കിട്ടേണ്ടതല്ല. കിട്ടി, എന്തുകൊണ്ട് കിട്ടി? എനിക്ക് കിട്ടേണ്ടതാണ് അല്ലേ? അപ്പോൾ പിന്നെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് എന്തിനു നീ ദുഃഖിക്കുന്നു? നഷ്ടപ്പെട്ടത് വല്ലതും നീ കൊണ്ടുവന്നതാണോ എന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇത് ഖദറിൽ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കരുത്താണ്. പക്ഷെ നമ്മൾ ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കുന്നു, ഈമാൻ കാര്യത്തിൽ ആറാമത്തെ ഇതാണെന്നൊക്കെ അറിഞ്ഞാൽ പോലും നമ്മൾ നമ്മുടെ പരാജയത്തിൻ്റെ, നമ്മുടെ പലതിൻ്റെയും കാരണമായിട്ട് നമ്മൾ പലരെയും ഇങ്ങനെ കാണും. നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ പരാജയമായിട്ട് നമ്മൾ പലരെയും ഇങ്ങനെ കാണും. നമ്മളെക്കുറിച്ചാണ് ശരിക്കും വിലയിരുത്തേണ്ടത്. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്നൊക്കെ വിലയിരുത്താം. പക്ഷെ അതേസമയത്ത് നമ്മൾ ഒരുപാട് കാരണക്കാരെ ഇങ്ങനെ കണ്ടെത്തും. നമ്മുടെ ലൈഫായാലും നമ്മുടെ പ്രോഗ്രാം ആയാലും നമ്മളെന്തായാലും നമ്മൾ വേറുള്ളവരെ കാണും. ഞാനിങ്ങനെ ആയതിൻ്റെ പിന്നിൽ ആരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈമാൻകാരുണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് അല്ലേ. അതേപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നതിനെ വിശദീകരിക്കുകയാണെങ്കിൽ അത് ഒരുപാട് പറയാൻ കഴിയുന്ന കാര്യമാണ്. അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെയാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹു റാസിഖാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു റിസ്ഖ് നൽകുന്നവനാണ്. അള്ളാഹു റിസ്ഖ് നൽകുന്നവനാണെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. എന്നാലും എന്ന് പറയും ചിലപ്പോൾ. അള്ളാഹാണ് റിസ്ക്കൊക്കെ തരുന്നത്. എന്നാലും എന്ന് പറഞ്ഞാൽ എന്തായി? ഇന്നാലും എന്നുള്ള ഒരു വാക്കിലൂടെ ഇബ്ലീസ് കോണി വെച്ച് പാഞ്ഞു കയറും. ഇബ്ലീസിന് വെച്ച് കൊടുക്കുന്ന ഒരു കോണിയാണ് ഇന്നാലും എന്നുള്ള വാക്ക്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയും? അപ്പോൾ ഇങ്ങനെ ഈമാൻ കാര്യത്തെ നമ്മൾ വേറെ വിശകലനം ചെയ്യണം ഇൻഷാ അല്ലാഹ്. അത് വേറെ ഒരു സന്ദർഭത്തിലാവാം. ഇനി നമ്മൾ ഇസ്ലാം കാര്യം, നമ്മൾ ഇന്നത്തെ വിഷയം അവിടെയാണ് കിടക്കുന്നത്. ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തതൊന്ന് നിങ്ങൾ പറ. ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തത് എന്താണ്? ഞാൻ നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ പറയണം. ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തത് എന്താണ്? നിസ്കാരം എന്ന് മതിയോ? നമസ്കാരം കൃത്യസമയത്ത് അല്ലേ. പിന്നെ സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമയബന്ധിതമായി നിർണയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. തോന്നുമ്പം ചെല്ലി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഒരാൾക്ക് തോന്നുമ്പം നിസ്കരിക്കുക, അങ്ങനെ പോരാ, അത് കൃത്യമായിരിക്കണം എന്നാണ് അല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരാൾ നമസ്കാരം അതിൻ്റെ നിഷ്ഠയോടുകൂടി കൃത്യതയോടുകൂടിയിട്ട് നിർവഹിക്കണം. അതിനൊരുപാട് കാര്യങ്ങളുണ്ട് ആ പറയുന്നതിൽ. മൂന്നാമത്തത് എന്താണ്? ഇസ്ലാം കാര്യത്തിലെ മൂന്നാമത്തത് എന്താണ്? എന്താണ് എന്താണ് ഒറ്റ അഭിപ്രായമുള്ളൂ. രണ്ട് പക്ഷമില്ലേ? രണ്ട് പക്ഷമില്ലാത്തൊരു കാര്യം അങ്ങനെ ഉണ്ടാവും. ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തത് ഇഖാമത്തു സ്വലാത്താണ്. നമസ്കാരം മുറപ്രകാരം നിഷ്ഠയോടെ നിർവഹിക്കുക. മൂന്നാമത്തത് സക്കാത്ത്. മൂന്നാമത്തത് എന്താണ്? സക്കാത്താണ്. നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും പല സംഗതികളും. മതപ്രഭാഷണ പരമ്പരകളുടെ വിഷയം പരിശോധിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാവും. ചില സാധനം അങ്ങോട്ട് ചാടി കിടക്കാൻ നോക്കും. കാരണം എന്താ വെച്ചാൽ പറയുന്നാക്കും കേൾക്കുന്നാക്കും അത്ര ഒരു സുഖമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതിനേക്കാൾ സൗകര്യമുള്ള വേറൊന്നിലേക്ക് ചാടിക്കിടക്കും. അങ്ങനെ ചാടിക്കടന്നു പോയ പല കാര്യങ്ങളുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചിലതും പെട്ടുപോയിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടെടുത്ത് മനസ്സിലാക്കാൻ കഴിയണം. അതിനാണ് ദാറുൽ അർഖം. എന്തായാലും സക്കാത്താണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ മതിയോ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് എന്താ ഒരു സംശയമുള്ള പോലെ എന്ന് മതിയായിരിക്കുന്നാല് എന്നുള്ള ആൾക്ക് സക്കാത്ത് എന്ത് ചെയ്യണം? സക്കാത്ത് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ഓക്കെ. നാലാമത്തത് എന്താണ്? നോമ്പാണ്. നോമ്പ് എന്താ ചെയ്യേണ്ടത്? നോമ്പ് നോൽക്കണം. അഞ്ചാമത്തത് എന്താണ്? ഹജ്ജാണ്. ഈ കഴിവുള്ളവർ എന്ന് പറയുന്നത് ശരിക്കും എല്ലാത്തിനും ബാധകമാണ്. നിസ്കാരത്തിനും ബാധകമാണ്. നിസ്കരിക്കാൻ കഴിവുള്ളവരാണ് നിസ്കരിക്കേണ്ടത്. പക്ഷെ നിസ്കരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് എന്താണ്? ഏതാണ്ട് എല്ലാവർക്കും ആ കഴിവുണ്ട് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ബോധമുണ്ടായിരിക്കുക. നിസ്കരിക്കാൻ വേണ്ട കഴിവ് ബോധമുണ്ടായിരിക്കുക എന്നാണ്. അബോധാവസ്ഥയിലുള്ളവർക്കും ഭ്രാന്തുള്ളവർക്കും നമസ്കാരം നിർബന്ധമല്ല അല്ലേ. ബോധമുണ്ടാവുന്ന എല്ലാവർക്കും നിൽക്കാൻ കഴിയുന്നവർ നിന്ന്, അല്ലെങ്കിൽ ഇരുന്ന്, അല്ലെങ്കിൽ കിടന്ന്, അല്ലെങ്കിൽ
കണ്ണുകൾ കൊണ്ട് അതുമല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ചെയ്യണം നിസ്കാരം. നിസ്കാരമെന്നോ നമസ്കാരമെന്നോ സ്വലാത്ത് എന്നാണ് ശരിക്കും പറഞ്ഞത്, അസ്വല. പക്ഷേ അങ്ങനെയല്ല മറ്റുള്ളതിൻ്റെ കഴിവ്. ഇപ്പം നോമ്പും കഴിവുള്ളവരാണ് ചെയ്യേണ്ടത്. നോമ്പ് നോൽക്കാൻ കഴിവുള്ളവർ, രോഗികൾക്ക് നോമ്പ് നോൽക്കേണ്ട കാര്യമില്ല. കിടപ്പിലായ രോഗികളാണെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന രോഗികളാണെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കേണ്ടതിന് പകരം വേറെ പരിപാടികൾ. സക്കാത്ത് അതും കഴിവുള്ളവരാണ് അല്ലേ. സമ്പത്ത് അതിൻ്റെ നിസ്വാബ്, അതിൻ്റെ കണക്ക് തികഞ്ഞ് സമയമായാലൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിനും കഴിവ്. ഹജ്ജിനും കഴിവുണ്ട്. അപ്പോൾ എല്ലാം അതാതിൻ്റെ കഴിവ് എന്നതാണ്. അപ്പോൾ ഹജ്ജിൻ്റെ കഴിവ് കുറച്ചുകൂടി എന്താണ്, തടിയാലും മുതലാലും വഴിയാലും എന്ന് പറയും പഴയ ഭാഷയിൽ. എന്ന് പറഞ്ഞാൽ സമ്പത്ത് വേണം, ആരോഗ്യം വേണം, പോകാനുള്ള യാത്രാരേഖകളും വഴി തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കണം, ഇത്രയും കഴിവ് വേണം. ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് ഇസ്ലാം കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തതിനെക്കുറിച്ച് ഞാൻ വിചാരിക്കുകയാണ്. സ്വലാത്ത്, നമസ്കാരം, അതിൻ്റെ അർത്ഥമറിഞ്ഞ്, അസ്വല എന്ന് അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഒരാൾ വെളിവാക്കി അസ്വല എന്ന് പറഞ്ഞാൽ മതിയോ? യെസ് ഓർ നോ? മതിയോ? ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി അസ്വല എന്ന് പറയുന്നു. അങ്ങനെ മതിയോ? പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞാൽ മതിയാവുകയില്ല. എന്തു വേണം? നിർവഹിക്കണം. അത് നിർവഹിക്കണമെങ്കിൽ ഒരുപാട് സംഗതികളുണ്ട്. അത് നിർവഹിക്കണമെങ്കിൽ എനിക്ക് ശുദ്ധി വേണം അല്ലേ, സമയമായെന്ന് ഉറപ്പുവരുത്തണം, ഖിബലയെ അഭിമുഖീകരിക്കണം, നിൽക്കാൻ കഴിയെങ്കിൽ നിൽക്കണം, തക്ബീർ കൊണ്ട് തുടങ്ങണം അല്ലേ, ഫാത്തിഹ ഓതണം, നിർബന്ധമായ കാര്യങ്ങൾ, അതേസമയത്ത് ഐച്ഛികമായ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കൃത്യമായ, അപ്പം അതിന് ബാങ്ക് വേണം, ഇഖാമത്ത് വേണം, ഇമാമത്ത് വേണം, ഇതെല്ലാം കൂടിയുള്ളൊരു സംഗതിക്കാണ് ഇഖാമത്ത് സ്വല എന്ന് പറയാം. ഒരുപാട് ഘടകങ്ങൾ അതിൽ ചേർന്നിട്ടുണ്ട്. ഇത് നിർവഹിക്കുമ്പോഴാണ് അസ്വല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സക്കാത്ത്. സക്കാത്ത് ഏതൊക്കെ ഇനത്തിന് എത്ര സക്കാത്ത്, എത്ര ശതമാനം, എപ്പോഴാണത് നൽകേണ്ടത്, ആർക്കാണത് നൽകേണ്ടത്, എങ്ങനെയാണത് നൽകേണ്ടത്, വളരെ വിശദമായ ഒരു പാഠമാണ്. എപ്പോഴെങ്കിലും നൽകിയാൽ പോരാ, എത്ര അളവിലെങ്കിലും ഇഷ്ടമുള്ളത്ര നൽകിയാൽ പോരാ, അത് ആർക്കെങ്കിലും കൊടുത്താൽ പോരാ, അതിനൊക്കെ കൃത്യമായ വ്യവസ്ഥ അനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. അല്ലാതെ ഒരാൾ സക്കാത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കി പഠിച്ച് മനസ്സിലാക്കി അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി അസ്സക്കാ എന്ന് പറഞ്ഞാൽ സക്കാത്താവോ? ഇല്ല. സൗമും അങ്ങനെ തന്നെയാണ്. റമദാനിലെ നോമ്പാണ് നിർബന്ധം, ഇനി മാസം കണ്ടെന്നോ അല്ലെങ്കിൽ റമദാനായി എന്ന് ഉറപ്പാവണം. സുബഹ് മുതൽ മഗ്‌രിബ് വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞതൊക്കെ ഉപേക്ഷിക്കണം. വേണ്ടേ? അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അല്ലാതെ അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി അസ്സൗം എന്ന് പറഞ്ഞാൽ മതി. ഹജ്ജും അങ്ങനെ തന്നെയാണ്. മുക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്ത് വരാൻ പറ്റൂല, അതിന് മക്കയിൽ തന്നെ പോകണം. വേണ്ടേ? തവാഫൊക്കെ അവിടെയാണുള്ളത്, അറഫ അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ പോകണം. അതിനുള്ള കഴിവിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ അവിടെ പോയി അത് നിർവഹിക്കണം. അല്ലാതെ ഹജ്ജ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി അത് മനസ്സിൽ ഉറപ്പിച്ച് ഒരാൾ എന്നിട്ട് നാവുകൊണ്ട് വെളിവാക്കിയിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു അൽ ഹജ്ജ്. അപ്പോൾ ഹജ്ജാവോ? ഹജ്ജാവൂല. ആവൂല അല്ലേ? ആവൂല. എന്നാൽ ഇനി ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് പറയും. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് എന്താണ്? പറയൂ. ഷഹാദത്ത് കലിമ പറയൂ. അർത്ഥമറിഞ്ഞ് മനസ്സുകൊണ്ട് ഉറപ്പിച്ച്, മനസ്സിലുറപ്പിച്ച് വെളിവാക്കി പറയുക. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയില്ലേനോ? ഒരു പാട്ട് പാടിയില്ലേ? എന്താണ് പാട്ട്? ഒന്നുകൂടി പാടില്ലായിരുന്നു. ഇപ്പം നേരം വൈകി വന്ന ആൾക്കാരുണ്ട്, ഓരും കൂടി കേട്ടോട്ടെ പാട്ട് എന്താണെന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പാട്ടാണത്. എന്താണ് പാട്ട്? പറയൂ, പാടിക്കോ. ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6 അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ. ഓക്കെ. അപ്പം എൻ്റെ ചോദ്യം, ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തത് അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ പോരെങ്കിൽ
മൂന്നാമത്തെ സക്കാത്ത് അങ്ങനെ പോരെങ്കിൽ, നോമ്പ് അങ്ങനെ പോരെങ്കിൽ, ഹജ്ജ് അങ്ങനെ പോരെങ്കിൽ, ഒന്നാമത്തെ കലിമത്ത് ഷഹാദ് അങ്ങനെ മതി എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞ്? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്ന് പറഞ്ഞല്ലോ. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒന്നും അങ്ങനെ പോരാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇസ്ലാം കാര്യത്തിലെ 4 എണ്ണവും അങ്ങനെ പോരാ, ഒന്നങ്ങനെ മതി എന്നങ്ങനെ എവിടുന്നേ നമുക്ക് കിട്ടിയത്? നമ്മളിത് ഹദീസ് എന്നാണല്ലോ. ഖുർആനിൽ ഇങ്ങനെ 1 2 3 4 എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഖുർആൻ്റെ ഒരു ശൈലി അങ്ങനല്ല. ഖുർആനിൽ ഈമാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഇസ്ലാം കാര്യം പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഓരോ വക്ത് നിസ്കാരത്തിൻ്റെ സമയം പറഞ്ഞു തന്നിട്ടുണ്ട്. 5 വക്ത് നിസ്കാരം ഖുർആനിലുണ്ട്. പക്ഷെ ഖുർആനിൻ്റെ ഒരു 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 ശൈലി അങ്ങനെ നമ്പർ ഇട്ട് പറയുന്ന ഒരു ശൈലിയല്ല. മനസ്സിലായില്ലേ? നിസ്കാരം 5 വക്താണ്, ഒന്നാമത്തത് രണ്ടാമത്തത് അങ്ങനെയൊന്നും ഖുർആനിൽ പറയില്ല. അതിൻ്റെ വിശദീകരണം ഹദീസിലാണ് ഉണ്ടാവുക. ഹദീസിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനാണ് ഹദീസ്. അല്ലാഹു തആല എന്തിനാണ് റസൂലിനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരതാണ് ഈ ഖുർആൻ ആളുകൾക്ക് ഓതിക്കൊടുക്കുക. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അങ്ങനെ കിതാബും ഹിക്മത്തും ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതിനാണ് റസൂലിനെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഖുർആൻ അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ട് നമുക്ക് ഇസ്ലാം കാര്യം പഠിപ്പിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? ഇസ്ലാം കാര്യത്തെക്കുറിച്ച് ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 തൂണുകൾ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം ഉള്ളത്. അതിലൊന്ന് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഖീമുസ്സലാ വ ആത്തുസ് സക്കാ. നോക്കൂ, നിങ്ങൾ പറയുക എന്നവിടെ എവിടെയും ഇല്ല. ഹദീസിൽ എന്താണുള്ളത്? ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. ഇസ്ലാം കാര്യം പഠിപ്പിച്ചിടത്ത് പറഞ്ഞത് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. എന്താ ഉള്ളത്? ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ഷഹാദത്ത് നിർവഹിക്കുക എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കിയിട്ട് പറയുക എന്നാണ്. അപ്പോൾ കഴിഞ്ഞ് ഒരാളെ ഇസ്ലാം കാര്യം കഴിഞ്ഞ് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അർത്ഥമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇസ്ലാം കാര്യം ഒന്നാമത്തേത് എത്ര ഈസി ആയിട്ടാണ് കഴിഞ്ഞതെന്ന് നോക്ക് നിങ്ങൾ. രണ്ടാമത്തതിന് കുറച്ചും കൂടി പാടാണ് അല്ലേ? നിസ്കാരം, അടുത്തത് സക്കാത്ത്, പിന്നെയും കുറച്ചും കൂടി, പിന്നെ അടുത്തത് പിന്നെ നോമ്പ്, പിന്നെ ഹജ്ജ്. അങ്ങനെ യഥാർത്ഥത്തിൽ എന്താണ് സംഗതി? എങ്ങനെയാണിത്? ഇതിലെന്താണ് പറയണത്? അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ 2 കലിമത്തുകളാണത്. ആ 2 കലിമത്തുകൾ, 2 വാക്കുകൾ, 2 വചനങ്ങൾ നിസ്കാരം മനസ്സിൽ ഉറപ്പിച്ച് ആ വാക്ക് അസ്വല എന്ന വാക്ക് ഉരിയാടിയാൽ പോരാ എന്നതുപോലെ തന്നെയാണ് ഷഹാദത്ത് എന്ന് പറയുന്നതും. എന്തു പോരാ? അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയൽ പ്രധാനമാണ്, അതിൽ തർക്കമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ വളരെ പ്രധാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. പക്ഷെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് ഇങ്ങനെ നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്നത് മാത്രമല്ല. ഇപ്പം ഏതുപോലെ എന്ന് വെച്ചാൽ നിസ്കാരത്തിൽ പറയേണ്ട കുറേ സംഗതി ഉണ്ട്. അതിൽപ്പെട്ടതാണ് തക്ബീർ അല്ലേ? തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ, അത് പറയണം. ഒരാൾ അത് പറയാതെ പോയിട്ട് നിസ്കരിക്കാൻ നിന്നിട്ട് വിസ്മിയല്ലി തുടങ്ങിയാൽ പോരല്ലോ, അല്ലാഹു അക്ബർ പറയണ്ടേ? അപ്പോൾ പറയൽ നിർബന്ധമാണ്. അതേപോലെ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം തന്നെ ഇല്ല എന്നാണ്. അപ്പോൾ ഫാത്തിഹ നിർബന്ധമാണ്. അങ്ങനെ ചൊല്ലൽ നിർബന്ധമായ കുറേ കാര്യങ്ങൾ നിസ്കാരത്തിൽ ഉണ്ട് അല്ലേ? ഉണ്ട്. പക്ഷെ ഒരാൾ എവിടെയോ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൊല്ലിയാൽ മതിയോ? പോരാ. അപ്പം ചൊല്ലൽ നിർബന്ധമായ ഒട്ടനേകം കാര്യങ്ങൾ ഉള്ളതോടൊപ്പം അതൊരു കർമ്മമാണ്.
അപ്പോൾ ചൊല്ലുകയും വേണം, ആ കർമ്മം നിർവഹിക്കുന്നതോടൊപ്പമാണ് ചൊല്ലേണ്ടത്. അതൊരു കർമ്മമാണ്. ആ കർമ്മം എങ്ങോട്ട് തിരിഞ്ഞാവണമെന്ന് കൃത്യമായ വ്യവസ്ഥയുണ്ട്, എപ്പോൾ നിർവഹിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്, അതിന് ഷർത്തുണ്ട്, ഫർളുണ്ട്, സുന്നത്തുണ്ട്. നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും സുന്നത്തും ഒന്നും ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, കാരണം എണ്ണിപ്പറയാൻ പലപ്പോഴും നമുക്കതത്ര ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ഥിരമായ ഒരു ശീലം എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ നമുക്കത് വളരെ ഈസി ആയിട്ട്, നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന മാതിരിയാണ്. നമ്മളാരെങ്കിലും ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ താക്കോൽ കയ്യിൽ വെച്ചിട്ട് ഞാനിപ്പോൾ പോയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടേ, പിന്നെന്താ ചെയ്യേണ്ടേ, പിന്നെന്താ ചെയ്യേണ്ടേ എന്നൊന്നും ആലോചിക്കാനൊന്നും നിൽക്കില്ല അല്ലേ. നമ്മൾ വണ്ടി എടുക്കുന്നു, പോകുന്നു, ഇടേണ്ടടുത്ത് ഇടുന്നു, സ്റ്റാർട്ടാക്കേണ്ട പോലെ സ്റ്റാർട്ടാക്കുന്നു, ഗിയറിലിടേണ്ട പോലെ ഗിയറിലിടുന്നു. അപ്പോൾ ക്ലച്ച് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, ആക്സിലേറ്റർ എന്താ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ മുമ്പിലൂടെ പൂച്ച പാഞ്ഞാൽ ബ്രേക്ക് എന്തിനുള്ള നമുക്കറിയാം. ഇത് നമ്മൾ അതങ്ങനെ ചെയ്തു. അതല്ലാതെ അതൊക്കെ പഠിക്കുന്ന സമയത്താണ് ഒരാൾ നമുക്ക് പറഞ്ഞു തരാം, അത് പിടിക്കുക ഇത് പിടിക്കുക എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഷർത്തും ഫർളുമൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ എണ്ണി പറയാനൊന്നും ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ നമുക്കതൊക്കെ അറിയാം. ചുരുങ്ങിയ പക്ഷം ഷർത്തും ഫർളും സുന്നത്തും ഉണ്ട് എന്ന് അറിഞ്ഞൂടെ? യെസ് ഓർ നോ? യെസ്. സക്കാത്ത്, സക്കാത്തിനുണ്ട് ഷർത്ത് ഫർള് സുന്നത്ത്. നോമ്പിന് ഷർത്ത് ഫർള് സുന്നത്ത് ഇല്ലേ? നോമ്പിനില്ലേ? അതിന് ഷർത്തുണ്ട്, ഫർളുണ്ട്, സുന്നത്തൊക്കെ ഉണ്ട്. അത്താഴം കഴിക്കൽ സുന്നത്താണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ സുന്നത്താണ്, ഫർളാണ്. ഹജ്ജിന്, ഉംറക്ക്, ഉംറ എന്നാൽ ചെറിയൊരു ഹജ്ജാണ്. അപ്പോൾ ഹജ്ജിന് ഷർത്ത് ഫർള് സുന്നത്തൊക്കെ ഉണ്ട്. ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഹജ്ജ് ക്ലാസ്സിൽ പോയിട്ട് കാര്യമായിട്ട് ചോദിച്ചു പഠിക്കും, എന്താണ് ഫർള്, എന്താണ് സുന്നത്ത്, എന്താണ് വാജിബ്, എന്താണ് റുക്കിന് എന്നൊക്കെ ചോദിച്ചു പഠിക്കും ഇല്ലേ? യെസ് ഓർ നോ? യെസ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇസ്ലാം കാര്യത്തിലെ 5 കാര്യങ്ങളും കർമ്മങ്ങളാണ്. ഈമാൻ കാര്യം 6 വിശ്വസിക്കാനുള്ളതാണ്, നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുക തന്നെയാണത്, അത് കൽബിലുണ്ടാവലാണ്. പക്ഷേ ഇസ്ലാം കാര്യം 5 അമലാണ് കേട്ടോ. ഇസ്ലാം കാര്യത്തിൽ 5 എന്താണ്? അമലാണ്. എന്താണ് നബിയെ അഫ്ദലായിട്ടുള്ള അമൽ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യത്തിൽ 1-ാമത്തതിനെ കുറിച്ചാണ് പറഞ്ഞത്, അള്ളാഹുവിലും അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് ഇസ്ലാം കാര്യത്തിലെ 1-ാമത്തത് മുതൽ 5-ാമത്തത് വരെ കർമ്മമാണ്, അമലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിസ്കാരത്തിലെ ഷർത്തും ഫർളും സുന്നത്തും ഉള്ളതറിയാം, നോമ്പിലുള്ളതറിയാം, സക്കാത്തിലുള്ളതറിയാം അല്ലേ, ഹജ്ജിലുള്ളതറിയാം. എന്നാൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തിൻ്റെ ഷർത്ത് എന്താണ്, അതിൻ്റെ ഫർള് എന്താണ്, അതിൻ്റെ സുന്നത്ത് എന്താണ്, അതിൻ്റെ മുൻഗണന എന്താണ്, അതൊരു അമലാണോ അല്ലേ എന്നതിനെക്കുറിച്ച് നമുക്ക് എത്രമാത്രം ധാരണയുണ്ട്, എത്രമാത്രം ധാരണയുണ്ട് നമുക്ക് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചോ? ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പാട്ടൊന്നുകൂടി പാടണം. അതിന് മുഴുവൻ പാടണമെന്നില്ല. ഇമാനിസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നേരത്തെ ഒരു ഉഷാറില്ല. അത് പറയാൻ ഒരു ഉഷാറിപ്പോൾ കുറഞ്ഞിന്. കാരണം എന്താ വെച്ചാൽ നേരത്തെ അത് ആരോ കാര്യമായിട്ടായും പറഞ്ഞത്. കാരണം നമ്മൾ മനസ്സിലാക്കിയത് ഈമാൻ കാര്യം ഇസ്ലാം കാര്യമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്കാണ്. അപ്പോൾ ഇനി ആരോ നരകത്ത് പോണ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ എന്താണ് ഷഹാദത്തിൻ്റെ ഷർത്ത് ഫർള് സുന്നത്ത്, ഇതൊരു അമലാണോ, ഇത് പറഞ്ഞാൽ പോരാ എങ്കിൽ പിന്നെ അതെന്താണ് ചെയ്യേണ്ടത്, അത് ചെയ്യലാണെങ്കിൽ പിന്നെ അതെന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് ആ പാട്ടൊന്നുകൂടി നമ്മൾ പാടണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഹക്കായിട്ടുള്ള ഷഹാദത്ത് നമുക്ക് മനസ്സിലാവുക. നിങ്ങൾ ഇസ്ലാം കാര്യം 1 മുതൽ 5 വരെ പറഞ്ഞില്ലേ, ഇനി 5 മുതൽ ഇങ്ങോട്ട് തിരിച്ചു എന്ന് പറഞ്ഞു നോക്കൂ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. 5-ാമത്തത് എന്താണ്? ഹജ്ജാണ്. അതൊരു മനുഷ്യൻ അല്ലാഹു തആല നിർബന്ധമാക്കിയ ജീവിതത്തിൽ ഒരിക്കലാണ്. ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്താൽ പിന്നെ ഹജ്ജ് ചെയ്യൽ എന്തല്ല, നിർബന്ധമല്ല. പിന്നെ ഹജ്ജിന് പോയിക്കൂടാന്നൊന്നുമില്ല, ഹജ്ജ് ചെയ്യൽ നിർബന്ധമല്ല, നിർബന്ധം വീടി കഴിഞ്ഞു. 4-ാമത്തത് നമ്മൾ പഠിച്ചത് നോമ്പാണ്. ആ നോമ്പ് എപ്പോഴാണ്? കൊല്ലത്തിലൊരിക്കലാണ്. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് വെക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്, വ്യാഴാഴ്ച നോമ്പ് വെക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് അല്ലേ. മാസത്തിൻ്റെ മധ്യത്തിൽ നോമ്പ് വെക്കൽ സുന്നത്താണ്. പിന്നെ മുഹറം നോമ്പുണ്ട്, അറഫാ നോമ്പുണ്ട്, പല നോമ്പുകളും സുന്നത്തായിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ നല്ലത് തന്നെയാണ്, ഒക്കെ ചെയ്യാനാണ് വേണ്ടത് പരമാവധി. പക്ഷെ നിർബന്ധമായിട്ടും ചെയ്യാനുള്ളത് കൊല്ലത്തിൽ ഒരിക്കലാണ്. സക്കാത്തോ? സക്കാത്തും അങ്ങനെ തന്നെയാണ്. മിക്കവാറും സക്കാത്തൊക്കെ കൊല്ലത്തിലാണ്. ചിലതൊക്കെ പെട്ടെന്ന് കിട്ടുന്നപ്പം കൊടുക്കേണ്ട സാധനമുണ്ട്, അങ്ങനെ.
എന്നാൽ സ്വലാത്താണ് പിന്നെ രണ്ടാമത്തതിലേക്ക് അല്ലേ. 5, 4, 3, 2 സ്വലാത്ത് നിസ്കാരം എപ്പോഴാണ്? ഒരു ദിവസത്തിൽ 5 നേരം. അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ആയുസ്സിലൊരിക്കലാണ്, മറ്റൊന്ന് കൊല്ലത്തിലൊരിക്കലാണ്, ഇനിയൊന്ന് ദിവസത്തിൽ 5 നേരമാണ്. പിന്നെയുള്ള ഷഹാദത്ത് എപ്പോഴാണ്? ഷഹാദത്ത് എല്ലാ സന്ദർഭങ്ങളിലുമാണ്. ഒരു മനുഷ്യൻ അയാൾ ഈ ഭൂമിയിൽ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഏതെല്ലാം സന്ദർഭമുണ്ടോ അപ്പോഴെല്ലാം നിർവഹിക്കേണ്ടുന്ന അമലാണ്, കർമ്മമാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആയുസ്സിലൊരിക്കലുള്ളത്, കൊല്ലത്തിലൊരിക്കലുള്ളത്, ദിവസത്തിൽ 5 നേരമുള്ളത്, ജീവിതത്തിൻ്റെ ഓരോ ശ്വാസനിശ്വാസങ്ങളിലും കൊണ്ടു നടക്കേണ്ടതാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാം കാര്യം 5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഷഹാദത്ത്? അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കൽ അത്യാവശ്യമായി. കാരണം നമ്മൾ നോമ്പ്, നിസ്കാരം, സക്കാത്തും ഒക്കെ ചെയ്താലും ആദ്യത്തെ ഷഹാദത്ത് അവിടെ ബാക്കി കിടപ്പുണ്ടായിരുന്നു. ആദ്യത്തെ ഷഹാദത്ത് അവിടെ ബാക്കി കിടപ്പുണ്ട്. ആ ഷഹാദത്ത് എന്താണ്, എങ്ങനെയാണ്, അതെങ്ങനെയാണ് നിർവഹിക്കപ്പെടുക? ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6ആണ്. അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവൻ്റെ വീടാണ് നരകം. അപ്പോൾ അറിയൽ നിർബന്ധമായില്ലേ? ആയില്ലേ? ആ ഷഹാദത്ത് എന്ന് പറയുന്ന ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് ഒരു അമലാകുന്നു, ഒരു കർമ്മമാകുന്നു എന്ന് നമുക്ക് മനസ്സിലായോ? യെസ് ഓർ നോ? പറഞ്ഞോളൂ. ഒരാൾക്ക് എല്ലാവരും പറയുന്നത് തന്നെ പറഞ്ഞോളൊന്നുമില്ല, അല്ലാതെയും ഒരാൾക്ക് പറയാം. അങ്ങനെ പറയുന്നതിനോട് വിരോധമൊന്നുമില്ല. ഓരോരുത്തർ അവനാൻ്റെതാണ് പറയേണ്ടത് മാത്രമേ ഉള്ളൂ. ഈമാൻ കാര്യങ്ങൾ 6ഉം വിശ്വസിക്കാനുള്ളതാണ്, കൽബിൽ കൊടുക്കേണ്ടതാണ്, ഹൃദയത്തിലാണ് അതിൻ്റെ സ്ഥാനം. ആ 6ഉം ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ നിർവഹിക്കേണ്ടുന്ന കർമ്മമാണ് ഇസ്ലാം കാര്യം എന്ന് പറയുന്ന 5 കർമ്മവും. ഇത് നമുക്ക് മനസ്സിലായോ എന്നാണ് എൻ്റെ ചോദ്യം. മനസ്സിലായോ അല്ലേ? പോരാ, എന്താണെങ്കിലും ഊക്കിൽ പറയണം. യെസ്, മനസ്സിലായി, അൽഹംദുലില്ലാ. അപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ അതെന്താണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലായല്ലോ, അത് മനസ്സിലായ സ്ഥിതിക്ക് അതെന്താണെന്ന് നമ്മൾ പഠിക്കണം. ഷഹാദത്ത് എന്ന് പറയുന്ന ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് അമലാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിന് മുൻഗണനകളുണ്ട്, അതിന് ഷർത്തുണ്ട്, അതിന് ഫർളുണ്ട്, അതിന് സുന്നത്തുണ്ട്, അതിനിങ്ങനെ എല്ലാ വിശദാംശങ്ങളും ഉണ്ട്. ആ വിശദാംശങ്ങളോടുകൂടി തന്നെ എന്താണ് ഷഹാദത്ത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളുടെ ഒരു അനിവാര്യമായ കാര്യമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതൊരു അമലാണ്, ഇത് ചെയ്യേണ്ടതാണ്, ഇത് നിർബന്ധമായിട്ടും സ്വലാത്ത് പോലെ, സൗമ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തതില്ലാന്ന് വിചാരിക്കുക. പിന്നെ 2, 3, 4, 5 ഉണ്ടാവുമോ? ഒരു തറ ഇട്ടിട്ട് അടിയിൽ തറ ഇങ്ങോട്ട് മാന്തി കളഞ്ഞു. നല്ല ജനലാണ്, നല്ല വാതിലാണ്, നല്ല ചുമരാണ്, അവിടെ തൂക്കിയ ക്ലോക്ക്, അതിനേക്കാൾ ഗംഭീരമായിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ ഫൗണ്ടേഷൻ മാന്തിയിട്ട്. ഇതുപോലെ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ കളഞ്ഞാൽ ബാക്കിയുള്ളത് എന്ത് സ്ഥാനം ഉണ്ടാവുക? ഇനി ഞാൻ വേറെ നിങ്ങളോട് ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടല്ലോ അല്ലേ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടിയതിന് ശേഷം എത്ര കൊല്ലം ജീവിച്ചിട്ടുണ്ട്? 23 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. അതിലെത്ര കൊല്ലം മക്കയിലുണ്ടായിരുന്നു? എത്ര കൊല്ലം ഉണ്ടായിരുന്നു? 13 കൊല്ലം ഉണ്ടായിരുന്നു. മദീനയിൽ 10 കൊല്ലം. മക്കയിൽ 13, മദീനയിൽ കൂടുതൽ എവിടെ ഉണ്ടായത്? മക്കയിലാണ്. 10 കൊല്ലമാണ് മദീനയിൽ. അങ്ങനെ 23. ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ് കിട്ടിയത്, ആക്ഷേപശകാരങ്ങൾ കിട്ടിയത്, ഉപരോധത്തിൽ ഏർപ്പെടേണ്ടി വന്നത്, ഉപരോധം സഹിക്കേണ്ടി വന്നത് ഏത് കാലത്താണ്? മക്കയിൽ നിന്നാണോ മദീനയിൽ നിന്നാണോ? മക്കയിൽ നിന്നാണ്. മക്കയിൽ നിന്നാണ് അല്ലേ? അല്ലേ? ഭ്രാന്തൻ എന്ന് വിളിച്ചത്, മാരണക്കാരൻ എന്ന് വിളിച്ചത്, കുടുംബം പിളർത്തുന്നവൻ എന്ന് പറഞ്ഞത്,
എല്ലാ ദുരിതങ്ങളും പറയേണ്ടി വന്നത്. എന്നുവെച്ചാൽ മദീനയിൽ പ്രയാസം ഉണ്ടായില്ല എന്നൊന്നുമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം മക്കയിലാണ്. അധികാരമില്ല, ആൾബലമില്ല, സമ്പത്തില്ല, അങ്ങനെയുള്ള ഒരു ഘട്ടം. ഉറപ്പല്ലേ? ഞാനിങ്ങനെ ചോദിക്കുന്നൊരു ഒരിക്കലും നിങ്ങളിങ്ങനെ ആണെന്നൊന്നും പറയണ്ട. നിങ്ങളുടെ ബോധ്യമായ നിങ്ങൾ പറയേണ്ടേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികളായിരിക്കും. ഇത് ശരിയല്ലേ? അപ്പോൾ അത് വിചാരിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യരുത്. ശരിയല്ലേ? യെസ്. ഇനി നിങ്ങൾ മൈൻഡ് ശരിക്കും വർക്ക് ചെയ്യണുണ്ടോ? മൈൻഡ് ഇങ്ങനെ ശരിക്കും വർക്ക് ചെയ്യണം. നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീഫ്രഷ് ചെയ്യില്ലേ, ഒന്നിങ്ങനെ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യില്ലേ, നമ്മളെ മൊബൈൽ ഹാങ് ആകുമ്പോലെ അതേപോലെ ഒന്ന് കുടഞ്ഞ് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഇസ്ലാം കാര്യത്തിലെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ സ്വലാത്തുണ്ടല്ലോ, ഇത് ബാങ്കും ഇഖാമത്തും ഇമാമത്തോടും കൂടി 5 നേരം നിർബന്ധമായി നടത്തി ജുമുഅ ഉൾപ്പെടെ ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്ന സംഗതി നടപ്പിലായത് എവിടെ നിന്നാണ്? മക്കത്ത് നിന്നാണോ മദീനത്ത് നിന്നാണോ? എവിടെ നിന്നാണ്? മദീനയിൽ നിന്നാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലത്തിൽ ഒരൊറ്റ ഖുതുബ നടത്തിയിട്ടില്ല. പ്രസംഗിച്ചിട്ടില്ല എന്നല്ല കേട്ടോ, ജുമുഅ ഖുതുബ നടത്തിയിട്ടില്ല. വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ എന്ന് പറയുന്നത് ആദ്യത്തെ 13 കൊല്ലം നടത്തിയിട്ടില്ല. എവിടെ നിന്നാണ് നടത്തിയത്? മദീനയിൽ നിന്നാണ് നടത്തിയത്. ആദ്യത്തെ 13 കൊല്ലം ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്ന ഇസ്ലാം കാര്യത്തിലെ രണ്ടാമതായി എണ്ണിയ കാര്യം വ്യവസ്ഥാപിതമായിട്ട് എവിടെ വെച്ച് നടത്തിയിട്ടില്ല? മക്കത്ത് നടത്തിയിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമായിരുന്നെങ്കിൽ കഅബൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ മദീനത്തിൽ തന്നെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മിമ്പർ ഈത്തപ്പന ഓലയുടെ മട്ടലായിരുന്നു ആദ്യത്തെ മിമ്പർ. അതിൻ്റെ മുകളിലാണ് കയറിയിരുന്നത്. പിന്നെയാണ് ഇങ്ങനെ എന്നാൽ അതേപോലത്തെ ഒരു മട്ടൽ അവിടെയും കിട്ടൂലേ? എവിടെയെങ്കിലും ഒന്ന് കയറി നിന്നിട്ട് ഒരു പിന്നെ എല്ലാവരെയും മാഅശറൽ മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടത്തിയിട്ടില്ല. ദാറുൽ അർഖമിൽ വെച്ച് യോഗം ചേർന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട പേര് ദാറുൽ അർഖം. അർഖം ഇബ്നു അബീൽ അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് മക്കത്തുനിന്ന് ആദ്യകാലം മുതൽ തന്നെ യോഗം ചേർന്നിട്ടുണ്ട്. പക്ഷേ ജുമാ ഖുത്ബ ഉൾപ്പെടെയാണല്ലോ ഈ ഇഖാമത്തു സ്വലാ എന്ന് പറയുന്നത്. നമസ്കാരം എന്ന് പറയുന്നത് കൂടി ഉൾപ്പെടല്ലേ? അല്ലേ? ആണ്. ഇത് എവിടെ നിന്ന് നടത്തിയത്? മദീന. ആദ്യത്തെ 13 കൊല്ലം അതില്ല. എവിടെ നിന്നാണ് തുടങ്ങിയത്? മദീന. റമളാനിലെ നോമ്പ് നിർബന്ധമായത് ഏത് കൊല്ലാണ്? ഹിജറ 2-ാം വർഷമാണ്. എന്ന് പറഞ്ഞാൽ മക്കത്ത് നിന്നാണോ മദീനത്ത് നിന്നാണോ? മദീനയാണ്. മദീനയിൽ പോയിട്ട് 2-ാമത്തെ കൊല്ലാണ്. അന്നാണ് ബദറും ഉണ്ടായത്. സക്കാത്ത്, ബൈത്തു സക്കാത്ത് എന്നൊക്കെ പറയുന്ന വ്യവസ്ഥാപിതമായിട്ട് ഖുദു മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്ന് നീ സക്കാത്ത് പിടിച്ചെടുക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? പവർ വേണം. ഇതെവിടെ നിന്നാണ് ഉണ്ടായത്? മദീനത്തു നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞ സക്കാത്ത് എവിടെ നിന്നാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയത് എപ്പോഴാണ്? റസൂലുള്ളാഹിന്റെ വീട് എന്ന് പറയുന്നത് മക്കത്ത് കഅബയോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് റസൂലുള്ളാഹി ജനിച്ച വീട്. റസൂലുള്ളാഹിന്റെ വിവാഹ ശേഷം താമസിച്ച ഇപ്പുറത്തെ ഖദീജ റളിയല്ലാഹുവിൻ്റെ വീടും അതിൻ്റെ തൊട്ടടുത്താണ്. ഓടാൻ മാത്രമില്ല, നടന്നു പോകാനേ ഉള്ളൂ, അല്ലെ ഒന്ന് തുള്ളാനേ ഉള്ളൂ കഅബ. ഇപ്പുറത്തേക്ക് ഒന്ന് തിരിഞ്ഞങ്ങ് നടന്ന അറഫ, നടക്കാനേ ഉള്ളൂ. ഇന്നും ഹാജിമാരധികം നടന്നാ പോവുക അറഫയിലേക്കും തിരിച്ചുമൊക്കെ. റസൂൽ ഹജ്ജ് ചെയ്തോ? ഇല്ല. റസൂൽ ഹജ്ജിന് വരുന്നപ്പോഴാണ് ഹിജറ 10-ാം വർഷമാണ്. എന്ന് പറഞ്ഞാൽ മദീനയിൽ എത്തിയിട്ട് 10-ാമത്തെ കൊല്ലാണ് എന്ത് ചെയ്യുന്നത്? ഹജ്ജ്. ഇസ്ലാം കാര്യത്തിലെ 2-ാമത്തെ സ്വലാത്ത്, 3-ാമത്തെ സക്കാത്ത്, 4-ാമത്തെ നോമ്പ്, 5-ാമത്തെ ഹജ്ജ് എവിടെ നിന്നാണ്? മദീന. പിന്നെ എന്തിനേനും നബി മക്കത്തും തല്ല് വാങ്ങി? അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ നല്ലോണം ആലോചിക്കണം. സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂജഹൽ കുന്തം കയറ്റി കൊന്നുകളഞ്ഞു. ജുമക്ക് പോയിട്ടാണോ? നോമ്പ് വെച്ചിട്ടാണോ? സക്കാത്താണോ? എന്തിനായിരുന്നു? ഈ 13 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എന്ത് നടത്തിയിട്ടാണ് ഭ്രാന്തനെന്ന് വിളിച്ചത്, മാരണക്കാരനെന്ന് വിളിച്ചത്,
അധിക്ഷേപങ്ങൾക്കിരയായത്, അബിസീനിയയിലേക്ക് സഹാബികളിൽ പലരെയും ഹിജറ പറഞ്ഞയച്ചത്, റസൂലുള്ളാഹി തായിഫിലേക്ക് ഹിജറക്ക് പോയത്, ഒടുവിൽ മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് റസൂലുള്ളാഹി തന്നെയും ഹിജറ പോകേണ്ടി വന്നത് ജുമാ കൂടിയിട്ടാണോ, നോമ്പ് തുറ ഇഫ്താർ പാർട്ടി നടത്തിയിട്ടാണോ, ഈദ്ഗാഹ് ഉണ്ടായിട്ടാണോ? എന്തിനായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളാണ് കണ്ടെത്തേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം കാര്യത്തിൽ നിന്ന് എന്തൊന്നാണോ ഇല്ലാത്തത്, ഒന്നുകൂടി, ഇസ്ലാം കാര്യത്തിലെ ഇപ്പോഴുള്ള ഇസ്ലാം കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊന്നാണോ ഇല്ലാത്തത്, അതാണ് റസൂലുള്ളാഹിന്റെ 13 കൊല്ലത്തെ ജീവിതത്തിൽ അന്നാകെ ഉണ്ടായിരുന്നത്. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? നമ്മളെ ജീവിതത്തിൽ നിസ്കാരമുണ്ട് അല്ലേ, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ, ഇന്നത്തെ കാലത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ അടുത്ത് ഇതെല്ലാം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ജീവിതത്തിൽ ഈ ഇസ്ലാം കാര്യത്തിൽ ഇതൊന്നും ഇല്ല. പിന്നെ എന്തിനാണ് അടി വാങ്ങിയത്? എന്തിനാണ് ആക്ഷേപിക്കപ്പെട്ടത്? എന്തിനാണ് നാട് കടത്തപ്പെട്ടത്? എന്തിനാണ് രക്തസാക്ഷിത്വം വരെ ഉണ്ടായത്? അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് അങ്ങനെ പറഞ്ഞിട്ടാ, അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി ആരും കേൾക്കാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ദിക്റിലിന്റെ പേരിലാണോ? അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് തന്നെ ആ ഷഹാദ എന്ന് പറയുന്ന സംഗതി തന്നെ അടികിട്ടാൻ കാരണമാകുന്ന, ആക്ഷേപിക്കപ്പെടാൻ കാരണമാകുന്ന, നാട് കടത്തപ്പെടാൻ കാരണമാകുന്ന, കൊല്ലപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്, ഒരു കർമ്മമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ്? മനസ്സിലായിട്ടാണോ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്? മനസ്സിലാവായിട്ടാണോ ഇരിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് ഷഹാദത്തുൽ ഹഖ് എന്ന് പറയാ. എന്തുകൊണ്ടാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനുരണനം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിലോ ഇല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പിന്നെ ഏതായാലും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ഒരു ദൈനംദിന ചർച്ചയിൽ, നമ്മുടെ ഒരു ദീനീ കാര്യം എന്ന ഒരു കാഴ്ചപ്പാടിൽ, നമ്മൾ ദീനീ കാര്യം എന്ന് എണ്ണുന്നിടത്ത് പോലും എവിടെ ഷഹാദത്ത്? ഒരാളെ അയാൾക്ക് ദീനുണ്ട്, എന്താ കാര്യം? നമസ്കരിക്കാൻ പോകലുണ്ട്. മക്കത്ത് നിന്ന് അങ്ങനെ ഒരാളെ മനസ്സിലാവോ? കാരണം മക്കത്ത് വാങ്ങിക്കൊടുത്തില്ല, അവിടെ ഇമാമിന് നിർത്തിയില്ല, അവിടെ ഇക്കാമത്തില്ല, അവിടെ ഇമാമത്തില്ല. 13 കൊല്ലക്കാലം ഒരാൾക്ക് ഇസ്ലാമുണ്ട്, ബിലാലിന് ഇസ്ലാമുണ്ട് എന്ന് മനസ്സിലായത് ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോണ കണ്ടിട്ടാണോ? ഞാനീ പറഞ്ഞ് തിരിച്ചു വായിക്കരുത്. ഇനി നാളെ മുതൽ അങ്ങനെ പള്ളിയിൽ പോലും അത്ര ഒരു വലിയ പ്രാധാന്യം ഇല്ല എന്നാ മൂപ്പര് പറഞ്ഞതെന്ന് അങ്ങനെ തിരിച്ചു വായിക്കരുത്. അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ മക്കത്തെ കാലഘട്ടമാണ്, ഇതൊക്കെ കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാൻ നിൽക്കാരം എന്ന് പറഞ്ഞതിൽ അർത്ഥം കാണരുത്. അങ്ങനല്ല പറയണത്. ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് തന്നെ കണ്ടപ്പോൾ അമ്മാറിനെ അവർക്ക് മനസ്സിലായി, ബിലാലിനെ മനസ്സിലായി റളിയല്ലാഹു അൻഹു അല്ലേ, സുമയ്യ റളിയല്ലാഹു അൻഹ മനസ്സിലായി റളിയല്ലാഹു അൻഹ. അപ്പം അവരൊക്കെ മനസ്സിലായത് ഷഹാദത്ത് കൊണ്ട് തന്നെ മനസ്സിലായി. അപ്പം ഷഹാദത്ത് എന്നതുകൊണ്ട് തന്നെ നമ്മളാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഷഹാദത്ത് എന്നൊരു കർമ്മം നമ്മളിൽ ഉണ്ടാവണ്ടേ? അതാണ് എൻ്റെ ചോദ്യം. ഈ ഷഹാദത്തിന് ഉപോത്ബലകമായിട്ട് അതിനെ ശക്തിപ്പെടുത്താനാണ് ബാക്കിയെല്ലാം. എന്തിനാ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത്? എല്ലാവരും പെട്രോൾ പമ്പ് പോകുന്നു, പെട്രോൾ വാങ്ങുന്നത്, ഞാനും പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ എന്തിനാ പെട്രോള്? ഒരുത്തം വണ്ടി ഓടിക്കുന്നില്ല, ഒരു പൂതിക്ക് പോയിട്ട് പെട്രോൾ അടിച്ചിടാത്തതുകൊണ്ട് വെക്കുക, മൂടി തുറന്നിട്ട് കുറച്ച് ഞാൻ കാറ്റായി പോകും, പിന്നെയും പോയി പെട്രോൾ അടിക്കുക, പിന്നെയും മൂടി തുറന്നാൽ ലീക്കായി പോകും, പിന്നെയും പോയി പെട്രോൾ അടിക്കുക. ഇപ്പം പെട്രോൾ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഷഹാദത്തില്ലാണ്ട് ഇങ്ങനെ പോയി നിസ്കരിക്കുക. ഈ നിസ്കാരം കൊണ്ട് എന്താ കിട്ടേണ്ടത്?
നിസ്കാരം കൊണ്ട് കിട്ടേണ്ടത് എന്താണ്? നിസ്കാരം കൊണ്ട് കിട്ടേണ്ടത് ഷഹാദത്തിനുള്ള ശക്തിയാണ്, അതിന് ഊർജമാണ്, അതിൻ്റെ ഇന്ധനമാണ്, അതിൻ്റെ വഴിയാണ്. നിങ്ങൾ നിസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിച്ചു നോക്കൂ. അഖിമി സ്വലാത്തുൽ ദിക്രി, എന്നെ ഓർമ്മിക്കാനാണ് സ്വലാത്ത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ചീത്ത കാര്യങ്ങളിൽ നിന്ന്, നിരോധിതമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയാനാണ് സ്വലാത്ത്. ഇതൊക്കെ തടയുന്നത് എന്തിനാ? ഷഹാദത്ത് നേരെയാവാനാണ്. ഷഹാദത്ത് തന്നെ അല്ലാണ്ട് നിസ്കരിച്ചാൽ ഓടിക്കാത്ത വണ്ടിയിൽ പെട്രോൾ അടിക്കണമായിരിക്കും. പെട്രോൾ ഇങ്ങനെ അടിക്കുക. ഇനി വണ്ടിൻ്റെ കാര്യത്തിലല്ല, മനുഷ്യൻ്റെ കാര്യത്തിലായിരിക്കും. ഒരു മനുഷ്യൻ തടിയൊന്നും അനങ്ങാണ്ട് തിന്നാണ് എന്താ സംഭവിക്കുക? ഒരുപാട് കാലം തിന്നാൻ ആളുണ്ടാവില്ല അല്ലേ? അജീർണം ബാധിക്കും. നമ്മുടെ അമലുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ദീനീ ജീവിതത്തിന് എന്താണ് സംഭവിക്കുന്നത്? ദഹനക്കേട്, അജീർണം ബാധിക്കുക. ഇത് തമ്മിൽ തല്ലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെങ്കിൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ ഷഹാദത്ത് എന്ന് പറയുന്നൊരു സംഗതി വേണം. അതൊരു അമലായിട്ട് നമ്മൾക്ക് മനസ്സിലായി. നിങ്ങൾ തന്നെ പറഞ്ഞു, അൽഹംദുലില്ലാ. ആ അമൽ നിർവഹിച്ചതിൻ്റെ പേരിലാണ് 13 കൊല്ലക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹവും എന്തായത്? ആക്ഷേപിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല, അങ്ങനെ ആ ഷഹാദത്ത് നിർവഹിച്ചത് കൊണ്ടാണ് എന്തായത്? മദീന എന്ന് പറയുന്ന ഒരു അധികാരവും കരുത്തും ശേഷിയും ഒക്കെയുള്ള ബാക്കി ഇസ്ലാം കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ഈ ഷഹാദത്ത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ പറയില്ല, സക്കാത്തിൻ്റെ കാര്യത്തിൽ ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് സക്കാത്ത് സംഘടിതമായിട്ട് കൊടുക്കണ്ടല്ല, അവനാൻ തന്നെ കൊടുത്താൽ മതി. എങ്ങനെയാ ഭരണകൂടം ഉണ്ടാകുക? ഉണ്ടാവില്ല. ഷഹാദത്ത് നിർവഹിച്ചിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തിലുള്ള ഇഖാമത്തു സ്വലാത്ത് നമ്മളെ നാട്ടിലില്ല. നമ്മളെ നാട്ടിൽ ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളാക്കണ ഇമാമാണ്. നമ്മളാരെ ഇമാമാക്കുക? നമ്മൾ പള്ളിയിൽ ഇമാമാക്കാരെ ആരാക്കുക? നമുക്ക് കേൾക്കാനൊരു സുഖം കിട്ടുന്ന ജാതിയിൽ ഓതുന്ന ഒരാൾ. അത് മലയാളി ഇല്ലെങ്കിൽ ബംഗാളി അല്ലെങ്കിൽ ബീഹാരി. അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് ഏതാണോ അത് അല്ലേ? നല്ല ഖിറായത്തുള്ള ഒരാൾ 16 ഉറുപ്പിക കിട്ടാണ്ട് പിന്നെ ആരെങ്കിലും 20,000 ഉറുപ്പിക എടുത്തിട്ട് ഖിറായത്തുള്ള ആളെ വെക്കൂല. അപ്പോൾ കൂട്ടത്തിൽ വില കുറഞ്ഞത് ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ വെക്കുക. നമ്മൾ നിസ്കാരത്തിന് ഇമാമിനെ നമ്മളാണോ വെക്കേണ്ടത് ദീനുൽ ഇസ്ലാമിൽ? ആണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മുണ്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആണോ അല്ലേ എന്നുള്ളതിന് നമുക്ക് അറിഞ്ഞുകൂടാലോ. യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരം യഥാർത്ഥത്തിൽ ജമാഅത്ത് നിസ്കാരം ആവുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ്? നമ്മുടെ ഇമാമിനെ നമ്മുടെ അമീർ നിശ്ചയിക്കുമ്പോഴാണ്. നമ്മുടെ ഖത്തീബിനെ നമ്മുടെ അമീർ നിശ്ചയിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മക്കത്തും കൂത്തുപോതാഞ്ഞത്. കൂത്തുപോതിയത് എപ്പോഴാണ്? മദീനത്ത് ചെന്നിട്ടാണ്. അവിടെ നിന്നാണ് നിശ്ചയിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുക, അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ പ്രതിനിധിയാണ് നടത്തുക. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ അമീറുൽ മുഅ്മിനീനാണ് ഖുത്ബ നടത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് നടത്തുക. നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരാളെ നമ്മളെ ഖാദിയാക്കി നിശ്ചയിക്കുക. നമ്മൾ പറയില്ലേ ഖാദി എന്ന് പറയില്ലേ? എന്താ ഖാദി എന്ന് പറഞ്ഞാൽ അർത്ഥം? ഖാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖാദി എന്ന് പറഞ്ഞാൽ എന്താ? ജഡ്ജി. നമ്മൾ കുറേ ആൾ കൂടിയിട്ട് ഒരാളെ ജഡ്ജിയാക്കാൻ പറ്റുമോ? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ നാട്ടിൽ വന്നിട്ട് പറയും ഞാനാണ് കേട്ടോ നാട്ടിലെ ജഡ്ജി, ഇങ്ങനെ ഉണ്ടാവും. അയാൾ ജഡ്ജി ആവുമോ? അല്ലെങ്കിൽ കുറേ ആൾക്കാർ കമ്മിറ്റി കൂടിയിട്ട് നമുക്ക് ഒരുത്തന്നെ ജഡ്ജി ആവുമോ? ഒരാൾ ജഡ്ജി ആവുന്നത് എപ്പോഴാണ്? ഒരാൾ ഖാദി ആവുന്നത് എപ്പോഴാണ്? അധികാരമുള്ള ഒരു ബോഡി അയാളെന്തായി നിശ്ചയിക്കുമ്പോഴാണ്? ഖാദിയായിട്ട് നിശ്ചയിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ആൾ ഖാദി ആവണമെങ്കിൽ ഖാദിൻ്റെ മേലാര് വേണോ? ഒരാൾ വേണ്ടേ? അതില്ലാഞ്ഞാലോ? അതില്ലാഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരം ഖാദിയുണ്ട്, സംയുക്ത ഖാദിയുണ്ട്, പലതരം ഖാദിയുണ്ട്. ഈ ഖാദിയൊക്കെ ആരുടെ കീഴിലാണ്? പള്ളി കമ്മിറ്റീൻ്റെ കീഴിലാണ്. അപ്പോൾ ആരാണ് മേലെ? പള്ളി കമ്മിറ്റിയാണ് മേലെ. പള്ളി കമ്മിറ്റി ആയതെങ്ങനെ ഇയാൾ? ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള യഥാർത്ഥത്തിലുള്ള സംഗതി ഇപ്പം എന്തല്ല?
ഇഖാമത്തു സ്വലാത്തിൻ്റെ പൂർണ്ണതയല്ല. പക്ഷേ ഇഖാമത്തു സ്വലാത്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ ഷഹാദത്ത് നിർവഹിക്കപ്പെടണം. അപ്പോൾ അത് പൂർണ്ണതയിലെത്തും. അപ്പോഴാണ് സക്കാത്ത് പൂർണ്ണതയിലെത്തുക, അപ്പോഴാണ് നോമ്പ് പൂർണ്ണതയിലെത്തുക. അതുകൊണ്ടല്ലേ നമ്മൾ തർക്കം തീരാത്തത്. ഇനിയിപ്പോൾ ഈ റമദാൻ മാസം വന്നാലും തർക്കം ഉണ്ടാവും. കണക്ക് കൂട്ടണോ അല്ലെങ്കിൽ കാണണോ, തിരുവനന്തപുരത്ത് കണ്ടാലും ഇവിടെ അത് യോജിക്കുമോ, അല്ലെങ്കിൽ കാസർഗോഡ് കാണുന്നത് തിരുവനന്തപുരത്തേക്ക് എത്തുമോ, അല്ലേ? കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്തുന്നതിൻ്റെ എത്രയോ എളുപ്പത്തിലും അങ്കലാപുരത്ത് എത്തും. അപ്പോൾ ഇതെന്താണ്, അവിടെ തോർപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇതെന്താ തീരാത്തത്? എന്താ ഇത് തീരാത്തത്? തീരാത്തത് എന്താന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള കാലില്ല, പിന്നെ തീരുമോ? ഇപ്പം നിലവിലുള്ളൊരു കാലി നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വേറെ ആളെ കാലിയാക്കൂ. ഇങ്ങനെയുണ്ട് ഒരു ജഡ്ജി ഒരു വിധി പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് പിരിയുമ്പോഴേക്ക് ആ ജഡ്ജി പറഞ്ഞാൽ അത്ര ശരിയായിട്ടില്ല, നമുക്ക് വേറൊരു ജഡ്ജി ആക്കാം. അയാളെ കണ്ടോ, നല്ല താടി മുപ്പായൊക്കെ ഉണ്ടെന്ന് അയാളെന്നെ ജഡ്ജി. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ. അതുകൊണ്ടാണ് ഇതൊന്നും ഒരു തീരുമാനത്തിലെത്താത്തത്. പക്ഷെ എന്നാലും നമ്മൾ ഇതിനോടെല്ലാം സഹകരിക്കും. എന്തുകൊണ്ടാണ് സഹകരിക്കുന്നത്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കഴിയൂലെങ്കിൽ കയ്യിനത്ര നിങ്ങൾ തെക്ക് കാണിച്ചോളി, വത്തഖുല്ലാഹ മസ്തതാഅത്ത്. നിങ്ങൾക്ക് ആദ്യാവസാനം അതിൻ്റെ പൂർണ്ണതയിൽ കഴിയൂലെങ്കിൽ തീരെ ചെയ്യാണ്ടിരിക്കല്ല വേണ്ടത്. പൂർണ്ണതയിൽ കഴിയൂലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? കഴിയുന്നത്ര തെക്ക് കാണിക്കണം. അപ്പോൾ നമ്മൾ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. നിശ്ചയിച്ച ആളെങ്ങനെയല്ല നിശ്ചയിക്കേണ്ടതെന്നും ഇങ്ങനെയല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഉള്ളതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തോളണം? അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഉള്ളതനുസരിച്ച് നമ്മളിപ്പോൾ സക്കാത്ത് കൊടുത്തുകൊള്ളണം. ഇപ്പോൾ ഉള്ളതനുസരിച്ച് ജുമാ ഖുത്ബയിൽ നമ്മൾ പോയിക്കൊള്ളണം. ഇപ്പോൾ ഉള്ളതനുസരിച്ച് നോമ്പ് കൃത്യമായിട്ട് നോറ്റോളണം. പക്ഷേ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം, ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് നടക്കണമെങ്കിൽ 13 കൊല്ലം നബിയും സഹാബത്തും മക്കയിൽ ചെയ്തത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ യസ്രിബ് മദീനയാവും. യസ്രിബേനും ആദ്യ മദീനല്ലേനും യസ്രിബ് മദീനയായി. യസ്രിബ് മദീനയാകണമെങ്കിൽ 13 കൊല്ലം ചെയ്ത പണി ചെയ്യണം. ആ 13 കൊല്ലം ചെയ്ത പണി നിർവഹിച്ചാൽ ആ ഇസ്ലാം കാലത്ത് 2, 3, 4, 5 കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രതലം ഭംഗിയാവും. ആ 2, 3, 4, 5 കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യത്തെ ബലപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമായിരിക്കും. ഓക്കെ, ഇത് ഈ വിഷയത്തിലുള്ളൊരു ആമുഖമായിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ, പഠിക്കണമെങ്കിൽ അത് ഒന്നാമത്തത് തന്നെ നിർബന്ധമാണെന്ന് ബോധ്യപ്പെട്ട നിങ്ങളെ ബാധ്യതയാണ്. ഇത് ഒന്നാമത്തെ നിർബന്ധമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി ചോദിക്കാൻ ഞാൻ, യെസ് ഓർ നോ? യെസ്. എന്നാൽ പിന്നെ നിർബന്ധം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത് മനസ്സിലാക്കൽ നിങ്ങളെ ബാധ്യതയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഇൻഷാ അല്ലാഹ്. ഇന്ന് തന്നെ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. പക്ഷേ മനസ്സിലായില്ലെങ്കിൽ എന്താവില്ല, അവിടുന്ന് നേരത്തെ നിങ്ങൾ പാടിയ പാട്ട് അല്ല, പിന്നെ ആ പാട്ടങ്ങ് മായ്ച്ചളയണം. ആ പാട്ട് മായ്ച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതങ്ങനെ മായ്ക്കാൻ പറ്റുന്നൊരു പാട്ടല്ല, അതൊരു അടിസ്ഥാന പാട്ടാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. 9:10. ഇസ്ലാം കാര്യം 5. ഒന്നുകൂടി പാടി. അത് പാടിയിട്ടാണ് നിർത്താം നമുക്ക്. എന്നാൽ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും. ഒന്നുകൂടി പാടി. ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6, അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ. നിങ്ങളാണേ പാടിയേ, ഞാൻ പറഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചെരുമാറാകട്ടെ. എന്താണ് ഷഹാദത്ത് എന്നതിനെ സംബന്ധിച്ച് പഠിക്കൽ നിർബന്ധമാണ്, അനിവാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ശുക്ർ. ഇനി അത് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ഷർത്തും ഫർളും, അതിൻ്റെ മുൻഗണനകളും, അതിൻ്റെ ബാക്കി കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ പഠിക്കാൻ ഉള്ള ഒരു സാഹചര്യം നിങ്ങളായിട്ട് സൃഷ്ടിച്ചെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാലഘട്ടത്തിൽ ഫലസ്തീനിലുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന ഷഹാദത്ത് എന്താണോ അത് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ പോരാളികൾ. അള്ളാഹു അവരുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين الحمد لله رب العالمين.